Hey, hello, welcome to my channel, Coral to Coconut. അപ്പൊ നമുക്ക് നോക്കിയാലോ ഇന്ന്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എപ്പിസോഡ് ഒരു ട്രാവൽ ഇൻ മൈ ട്രാവൽ ബാഗ്. എല്ലാവരും ചെയ്തു പെടുത്തതാണ്. പക്ഷെ എന്നാണ് ഞാനിപ്പോ റൂമിലാണ്. ഇപ്പോൾ ട്രാവൽ ബാഗിൽ എന്താ കൊണ്ടുവന്നൊരു റൂമിൽ വെച്ച് പറയുന്നത് നല്ല ആപ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. എന്റെ ഫസ്റ്റ് വീഡിയോ ആണേ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, ക്ലോത്ത് ബാഗ് ആണ്, വാട്ടർ പ്രൂഫ് ആണെന്നാണ് പറഞ്ഞത്. ഇത് നിസ്സാര ഒരു 300 സംതിങ്, ലെസ് ദാൻ 400 എന്നുള്ള മേടിച്ചതാണ്. ഇതിന്റെ പ്ലസ് സൈസ് എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് സിപ്സ്, പോർഷൻസ്, പാർട്ടിഷൻസ് ഉണ്ട്. അപ്പൊ തുടക്കം തൊട്ട് നോക്കാം. ആദ്യം ഏറ്റവും മുമ്പിലത്തെ കളി, അതിൽ എല്ലാവർക്കും വേണ്ട സാനിറ്റൈസർ, പിന്നെ എൻ്റെ ലൈഫ് സേവർ ഒരു വിക്സ് വേപ്പറബിന്റെ ചെറിയൊരു അങ്ങോട്ട് തന്നെ വെക്കാട്ടോ. അടുത്ത ഇതില് എൻ്റെ വാലറ്റാണ്. പിന്നെ ഈ രണ്ട് സൈഡില് പ്രത്യേകിച്ച് ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ ബിൽസ് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് വെച്ചിരുന്നുണ്ട്. ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരു കർച്ചീഫ് വെളിയിൽ ആവശ്യം വരുമ്പോൾ എടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ മേളിലുള്ള സിപ്പില് ഒരു സൺസ്ക്രീൻ. ഇത് കിഡ്സ് സൺസ്ക്രീൻ ആണ്. ഫാർമസിയിൽ നിന്ന് കിട്ടുന്ന എൽഫ്രീ ലോഷൻ കിഡ്സ് സൺസ്ക്രീൻ SPF 30 ആണ്. ഇതൊരു ജെൽ പാഡ് ആണ് ഫോർ മൊബൈൽ. നമ്മൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നല്ലൊരു കണ്ട് ഒരു വീഡിയോ എടുക്കാനൊക്കെ തോന്നുമ്പോൾ മൊബൈൽ വെക്കാൻ സ്റ്റാൻഡ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഇത് മൊബൈലിൽ ഒട്ടിക്കാം. എന്നിട്ട് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ടൈൽസിലോ ഒട്ടിച്ചു വെച്ചാൽ നമുക്ക് മൊബൈൽ പിടിക്കാൻ ഒരാൾ വേണ്ട. ഇത് ഫ്ലെക്സ് സെറ്റിൻ്റെ ആണ്. ഇത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ. പിന്നെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും കഥ ഓർത്ത് വെക്കണമെങ്കിൽ അത് എഴുതാനുള്ള ഒരു നോട്ട് പാഡ്. ഇത് ലോക്കൽ ഷോപ്പിൽ മേടിച്ചത് നിസ്സാരം ഒരു 30 രൂപയുടെ കേട്ടോ. പിന്നെ ഇതിലുള്ളത് ഒരു ലൈഫ് സേവർ പേനയാണ്. എനിക്ക് ഈ ജേണൽ എഴുതിയാലും ബുക്ക് എഴുതിയാലും എപ്പോഴും ആരുകുട്ടിക്ക് വേണ്ടി നോട്ട്സ് എഴുതിയാൽ പോലും എനിക്ക് പല കളേഴ്സ് യൂസ് ചെയ്തിട്ട് നോട്ട്സ് എഴുതുന്നതാണ് എനിക്ക് ഒരു താല്പര്യം. അപ്പോൾ അതിനു വേണ്ടി ആപ്റ്റായിട്ട് ഒരു പേനയാണ് ഇതിൽ. ഒരു ടിക് ടാക് പേനയില്ല അതുപോലെ. ഇതിൽ 4 കളേഴ്സ് ഉണ്ട്: റെഡ്, ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഇത് സാർ ഒരു 40 റുപ്പീസിൻ്റെ ആണ്. ഓൺലൈൻ കിട്ടുമെന്ന് എനിക്കറിയാം, ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഇത് അല്ലാണ്ടുള്ള ബുക്ക് ഷോപ്സ് മേടിച്ചതാണ്. ആ കളിയിൽ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ക്വിക്ക് മേക്കപ്പ് പൗച്ചാണ്. ഇതിൻ്റെ അകത്ത് എന്താണെന്ന് കാണിക്കാം. ഇതിൻ്റെ അകത്ത് മാർസിൻ്റെ ഒരു സൂപ്പർ മേറ്റ് ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ കളർ ഗേൾ പവർ 10 ആണ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്, എല്ലാവരുടെ കയ്യിലും ഉള്ളതായിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എനിക്കിത് സൂപ്പർ എന്താ പറയുക, സൂപ്പർ ലൈക്ക് ഉണ്ട് അത്. പിന്നെ ഒരു ലിപ് ബാം, ബേബി ലിപ് ബാം. ഇത് കുട്ടീസിനും യൂസ് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്ലംന്റെ ബോഡി ലോവിങ് ഡി ഓൾറൈസിങ് പിക് ക്രീമാണ്, ഹവായൻ റിംബ ഫ്ലേവറിൽ. പിന്നെ ആ ടിക് ടാക് പേന കണ്ട പോലെ തന്നെ ഇരിക്കുന്ന റെനേന്റെ കാജലാണ്. ഇതിലും 4 കളേഴ്സ് വരുന്നുണ്ട്. എനിക്കാണെങ്കിലും ആരുകുട്ടിക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്ന കളേഴ്സ് ആൽമണ്ട് ബ്രൗൺ, കൊബാൾട്ട് ബ്ലൂ, ജേഡ് ഗ്രീൻ, പിന്നെ ഒണിക്സ് ബ്ലാക്ക്. അപ്പോൾ ഐലൈനർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാണ്ട് ഐ കാജലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പ്രോഡക്റ്റ് 36 R എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഷിൽസ് ബ്രാൻഡാണ്. ഇതൊരു ക്രൈ ഐലൈനർ ആണ്, വാട്ടർ പ്രൂഫ് ആണ്. ഇത് ലോക്കൽ ഷോപ്പിൽ മേടിച്ചത്. പക്ഷെ ഞാൻ ഇത് നമ്മുടെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്മിഡൻ മേടിച്ച TNWന്റെ സൺ പ്രൊട്ടക്ഷൻ ആണ്, SPF
50 സ്പ്രേ ആണ് കേട്ടോ, സ്പ്രേ ബോട്ടിൽ. അപ്പൊ നമുക്ക് പുറത്തൊക്കെ പോകുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മേളിൽ കൂടെ കയ്യിലും മുഖത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതിൽ പാക്ക് ഡ്രൈയോ നമ്മൾ റബ്ബ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ മാർസിന്റെ എഡ്ജ് ഓഫ് ഡിസൈൻ ലിപ് ലൈനർ ആണ്, ബ്ലഡ് ബാത്ത് ആണ് കളറ്. പിന്നെ ഇതിലൊരു സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് ശരിക്കും ഈ പൗച്ച് ശരിക്കും നമ്മളിപ്പോ ഒരു ഹരിബറി ആയിട്ട് നമ്മൾ എവിടെ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഹാൻഡ് ബാഗ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ഒന്ന് പോകണം എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് വണ്ടിയിൽ വെച്ച് തന്നെ നമ്മുടെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന, എനിക്കാണെങ്കിലും അരുണാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ സൂപ്പർ ഗ്ലോ, ഫോക്സ്റ്റൈലിന്റെ സൂപ്പർ ഗ്ലോ ചെറിയൊരു മിനി ട്രാവൽ സൈസ് പാക്കാണ്. ഇത് മേടിച്ചേക്കുന്നത് നമ്മുടെ സ്വീഡൻ നാട്ടോ, ഒരു ട്രയൽ പാക്ക് ഒന്ന് മേടിച്ചേക്കുന്നത്. അത് നോക്കിയാൽ കിട്ടും. അതിൽ ലിങ്ക് സെപ്പറേറ്റ് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ ഇടാട്ടോ. പിന്നെ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് മിനിസോന്ന് പോയപ്പോൾ മേടിച്ച ഒരു ട്രാവൽ പാക്കിൽ അവസാനിക്കുന്ന ഒരു കണ്ണിയാണേ. അപ്പൊ ഒരു ബോക്സ് ആണ്. ഇതിൽ ഞാൻ ആലിക്കുട്ടീൻ്റെ ബേബി പൗഡറാണ് ഇട്ടേക്കണേ. അരുണി പൗഡർ യൂസ് ചെയ്യും, അതുകൊണ്ട് വലിയ പാക്കറ്റ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു ഇതിലിട്ട് പറ്റുക ഫേസിന്റെ കാര്യത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്കും ഡസ്റ്റ് പൗഡറായിട്ട് യൂസ് ചെയ്യാമല്ലോ, ലൂസ് പൗഡറായിട്ട്. അതിന് വേണ്ടിയാണ് ഒരു കോമ്പാക്ട് സാധനം, അത് ഇതിൽ വന്നോളും. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നതാ. പിന്നെ ഒരു ബിന്ദീസിന്റെ ബുക്ക്ലെറ്റ് ഉണ്ട്, ഒരു ടോയ്ലറ്റ് സീറ്റ് പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ എൻ്റെ ലൈഫ് സേവർ റോൾ ഓൺ ഉണ്ട്, ഇൻഹേലർ വിക്സിന്റെ. ഇത് 2 സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റോൾ ഓൺ ആട്ടോ. നമുക്ക് ഇൻഹേലർ ആയിട്ടും പറ്റും, പിന്നെ നമുക്ക് ബാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ലിക്വിഡ് അതിൽ വരും. അങ്ങനത്തെ ഒരു ലൈഫ് സേവറാണ്. പിന്നെ ഇത് ബെല്ല വിറ്റ ലക്ഷറിന്റെ CEO പെർഫ്യൂമാണ്, ബോഡി പെർഫ്യൂമാണ്. ഇത് ട്രാവൽ സൈസ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് ഇട്ടേക്കുന്നേ ഉള്ളൂ. ഇത് സ്വീഡനിൽ കിട്ടിയതാണ് ട്രയൽ പാക്കിൽ. പിന്നെ ഇതൊരു കുട്ടി മിനി ചീപ്പാണ്. ഇത് ആലുവയുടെയാണ് ശരിക്കും. അപ്പൊ ഞാൻ എന്റെ കൊളിയാറായതുകൊണ്ട് ഞാൻ കോംബ് യൂസ് ചെയ്യാത്തതുകൊണ്ട്, ഡ്രൈ ആയിട്ട് കോംബ് യൂസ് ചെയ്യാത്തതുകൊണ്ട് ആലുവയ്ക്ക് വേണ്ടിയായിട്ട് വെച്ചേക്കുന്ന ഒരു മിനി ചീപ്പ്. പിന്നെ ഈ പൗച്ച്, കുട്ടി പൗച്ചാണ്, ട്രാവൽ സൈസ് ആണ്, നല്ല കളറാണ് അല്ലെ, കോമ്പാക്ട് ആണ്. ഇതെല്ലാം അത്രയും സാധനങ്ങൾ വെക്കാൻ പറ്റുകയും ചെയ്യും. ഇതും സ്മിറ്റണിന് കിട്ടിയതാട്ടോ. ഇതൊക്കെ ഞാൻ ഇപ്പൊ അകത്തോട്ട് വെക്കുന്നില്ല. പിന്നെ 2 സ്ക്രഞ്ചീസ് ഉണ്ട്, എനിക്കും ആരോഗ്യക്കും മാറി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു എക്സ്ട്രാ മൊബൈൽ വെച്ചിട്ടുണ്ട്, നമ്മളൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ. പിന്നെ ഒരു പെൻസിൽ വെച്ചിട്ടുണ്ട്. ആരോഹയുടെ ഒരു സെപ്പറേറ്റ് ഒരു ബാഗ് ഉണ്ട്. അപ്പൊ അതില് പെൻസിൽ തീർന്നു പോയാൽ നമ്മളെ കുട്ടികൾ പെൻസിലും പേനകളൊക്കെ എടുക്കുന്ന സമയത്ത് അത് തീർന്നു പോയാൽ വേണ്ടി വരുമല്ലോ, അതിനു വേണ്ടി. അതും അല്ലാണ്ട് ഇത് WS ആട്ടോ. എനിക്ക് ഈ മുടി ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഹെയർ ബാൻഡും സ്ക്രഞ്ചസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പെൻസിൽ വെച്ച് കുത്തി മറ്റേ കോലാക്കി വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിനു വേണ്ടി കൂടിയും ആണ്. പിന്നെ ഇതിൽ വെച്ചേക്കുന്നത് ഇത് നമ്മുടെ ഷോൾഡർ ബാഗും മറ്റേ ബാഗായിട്ട് യൂസ് ചെയ്യാം. ഇത് ട്രാവലിൽ വെക്കാനായിട്ട്, ട്രാവലിന്റെ സമയത്ത് വേണ്ടി മാത്രം വെച്ചത്. ഇതിന്റെ അകത്ത് വരുന്നത് ഒരു സൺസ്ക്രീൻ ആണ്, അഗെയിൻ ഡോക്ടർ ഷേഡ്സിന്റെ സെറാമിഡ് വിറ്റാമിൻ C സൺസ്ക്രീൻ ആണ്. അതും ട്രാവൽ സൈസ് ആണ്. ഇതും ഞാൻ മേടിച്ചിരിക്കുന്നത് സ്മിറ്റണിന്നാണ്. പിന്നെ ട്രെസ്മിന്റെ കെരാറ്റിൻ സ്മൂത്ത് ആർഗൺ ഓയിൽ മിക്സ് ഹെയർ സിറം ആണ്. പിന്നെ ഒരു പൊളിത്തീൻ ബാഗ് ഉണ്ട്, ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇത് ഞാൻ ശരിക്കും വെച്ചേക്കുന്നത് ഒരു വോമിറ്റിംഗ് ബാഗ് ആയിട്ടുണ്ട്. ഇവിടെ പുള്ളിക്കാരത്തേക്ക് ചിലപ്പോൾ സിക്നസ് വന്നാലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഒരു റിമോട്ടർ വെച്ചിട്ടുണ്ട്. ഇതിലും 3 സിപ്സ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മേടിച്ചേക്കുന്നത് മീഷോന്നാണ്. വെറും ഒരു 121 റുപ്പീസ് എന്തോ ആയിരുന്നു തോന്നുന്നു. ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാട്ടോ, എനിക്കറിയില്ല 121 ആണെന്ന്. പിന്നെ ഒരു ഡൈജിറ്റ്, ഇത് കഴിഞ്ഞു, ഇനി 2 ബാക്കി മാത്രമേ ഉള്ളൂ, അത് വെച്ചേക്കെന്താ. പിന്നെ ആരുകുട്ടിക്ക് ചെറിയ പനീൻ്റെ ഇത് ലക്ഷണം മാറുകയുള്ളൂ, അതുകൊണ്ട് ലക്ഷണം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ടെമ്പറേച്ചർ നോക്കാൻ വേണ്ടി ഒരു തെർമോമീറ്റർ വെച്ചിട്ടുണ്ട്, ക്വിക്കായിട്ട് കിട്ടാൻ വേണ്ടി. പിന്നെ വേറെ ഒരു സ്മിറ്റണിന് കിട്ടിയ ഒരു പൗച്ച് വെച്ചിട്ടുണ്ട്. അതിലുണ്ടല്ലോ ഒരു വെറ്റ് വൈപ്സ്, ബേബി വെറ്റ് വൈപ്സ്,
ട്രാവലിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു പാക്കാണ്. പിന്നെ കുറച്ച് സിപ്പ് ലോക്ക് കവേഴ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് നമ്മൾ പ്രസാദം എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ, പിന്നെ ഭസ്മം അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വെക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ എവിടെ വെക്കുന്നു പറഞ്ഞിട്ട് തപ്പണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എത്തിയേക്കുന്നതാണ്. പിന്നെ കഴിക്കുന്ന എന്തെങ്കിലും ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വഴിയിൽ വെച്ച് കഴിക്കുകയോ ഹോട്ടൽ റൂമിൽ വെച്ച് കഴിച്ചേക്കുന്നത് കുറച്ച് ബാക്കി വരില്ല, അതൊക്കെ ഇട്ടിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സിപ്പ് ലോക്കാണ്, അതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു ആക്നി പാച്ചസ് വെച്ചിട്ടുണ്ട്, അത് എനിക്ക് ചിലപ്പോഴൊക്കെ വരാൻ സാധ്യതയുണ്ട്, അതിനുവേണ്ടി വന്നാലോ. ഇതും എടുത്തേക്കുന്നത് സ്മിട്ടിന്നാട്ടോ. പിന്നെ പൗഡർ ഇടുന്ന ഒരു സ്പഞ്ച് വേണമല്ലോ, അതിനു വേണ്ടിയായിട്ട്. പിന്നെ ഇപ്പൊ ട്രാവൽ വിശേഷമായിട്ട് എടുത്തേക്കുന്ന സാധനങ്ങളാട്ടോ ഇനി ഇപ്പൊ കാണിക്കാനുള്ള. ഇത് ഒരു ജനറൽ നോളജിന്റെ ബുക്കാണ്. ഇത് അല്ലാണ്ട് ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാ. ഇത് ശരിക്കും മമ്മി അർഹന്റെ അമ്മൂമ്മ അർഹയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പൊ അതില് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവർ പഠിക്കുന്ന എല്ലാം ഉണ്ട്. അപ്പൊ അത് വെച്ച് ആളൊരു ബിസി ആവുമല്ലോ, ബിസി ബുക്ക് പോലെ യൂസ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലുള്ളത് വേറെ ഒരു മൊബൈൽ കേസാണ്. ഇതിന്റെ പുറകെ ഇത് ഞാൻ മേടിച്ചേക്കുന്നത്, ഇത് സബ് ടേപ്പാണ് ശരിക്കും. ഇത് ഞാൻ മേടിച്ചേക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇത് ആക്ച്വലി ഞാൻ എടുത്തേക്കുന്നത് മറ്റേ നമ്മള് ഫിക്സ് ടേപ്പ് കണ്ടില്ലായിരുന്നോ, ജെൽ പാഡ്, അതിന്റെ ഒരു യൂസ് ആണ്. നമ്മൾ ഗ്ലാസ്സിലും ടൈറ്റ്സിലൊക്കെ ഒട്ടിച്ചിട്ട് വെക്കാൻ പറ്റുന്ന സെയിം യൂസ്. ഇതിൽ മൊബൈലിൽ വെച്ചിട്ട് ഒട്ടിച്ചങ്ങ് വെച്ചാൽ നമുക്ക് വേറെ ഒരാള് എടുത്തു തരേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഹോൾഡർ ആയിട്ട് സ്റ്റിക്ക് പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല, അതിനായിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൽ വീണ്ടും ഒരു ബിന്ദീസിന്റെ ഒരു കവർ ഉണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ബിന്ദീസ് എന്ന് പറയുമ്പോൾ ഇത് നിറഞ്ഞിരിക്കുന്നത് അലങ്കോലായിരിക്കുന്നതല്ല. ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഡിസൈൻസ് ഓഫ് മേടിക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും. അപ്പൊ എനിക്കത് എല്ലാം കൂടി അങ്ങനെ കൊണ്ടു നടക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ ഞാൻ എല്ലാത്തിന്റെ അകത്തുള്ള ഈ കവേഴ്സ് ഉണ്ടല്ലോ അത് എടുത്തിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കും. അപ്പൊ ഒരെണ്ണത്തിൽ പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എടുക്കുമ്പോൾ വേണ്ടതെല്ലാം ഇങ്ങനെ കിട്ടുകയും ചെയ്യും, നമുക്ക് കോമ്പാക്റ്റ് ആയി ഇരിക്കുകയും ചെയ്യും. അപ്പൊ ഒരെണ്ണം കൊണ്ട് നടന്നാൽ മതിയല്ലോ അങ്ങനെ. പിന്നെ ആരുടെ സോക്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ ട്രാവലിങ്ങിന്റെ സമയത്ത് വണ്ടിയിൽ AC ആയിരിക്കുമല്ലോ, അപ്പൊ കാലൊക്കെ തണുത്ത് പോയാലോ എന്ന് വെച്ചിട്ട് ഒരു സോക്സ്, ഒരു പെയർ ഓഫ് സോക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇത് എൻ്റെ മറ്റേ നമ്മുടെ വ്ളോഗിങ് കിറ്റാണ് കേട്ടോ. ഇതൊരു വാഷ് ബാഗ് ഞാൻ മേടിച്ചിരിക്കുന്നത് ട്രാവലിന് വേണ്ടി മേടിച്ചതാണ്. ആക്ച്വലി തുണിയൊക്കെ വെക്കാൻ വേണ്ടി മേടിച്ചത്, അതിൻ്റെ ആവശ്യം വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ആഡ് ചെയ്തേക്കാം. ഇതിലിപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇതൊരു പൗച്ച്, നമ്മുടെ ജ്വല്ലറി ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന, ജ്വല്ലറി ഷോപ്പിൽ കിട്ടുന്ന പൗച്ചില്ല, ആ പൗച്ചാണ്. അതിൽ ഹാർഡ് ഡിസ്ക് ആണ് വെച്ചേക്കണേ. ഹാർഡ് ഡിസ്കിൽ കേബിളും ഉണ്ട്, മെമ്മറിയൊക്കെ ഫിൽ ആയി നമുക്ക് മൂവ് ചെയ്യാമല്ലോ ഫയൽസ് അത്. പിന്നെ ഇത് ആമസോണിൽ മേടിച്ചതാട്ടോ. ഇതൊരു ഹുക്കാണ്, നമ്മുടെ കാർ സീറ്റിന്റെ പുറകിലൊക്കെ വെക്കാൻ പറ്റുന്ന. ഇതിൽ ആണെങ്കിൽ തിങ്സ് ഒക്കെ ഇങ്ങനെ തൂക്കി ഇടാം ചെയ്യാം, ബാഗൊക്കെ ഹാങ് ചെയ്ത് വെക്കാൻ ചെയ്യാം. അതുപോലെ തന്നെ ഇതില് ഇങ്ങനെ എടുക്കുമ്പോൾ ആരുകുട്ടിയൊക്കെ പുറകെ ഇരിക്കണം, അല്ലെങ്കിൽ ആരുകുട്ടിക്ക് മുമ്പ് ഇരിക്കണം എന്ന് തോന്നിയാൽ എനിക്ക് ഈ പുറകെ ഇരിക്കേണ്ടി വന്നത് മൊബൈലൊക്കെ കാണാൻ വേണ്ടി, എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ഇട്ട് കാണാൻ വേണ്ടിയായിട്ട്, അല്ലെങ്കിൽ എനിക്ക് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് വോയിസ് ഓവർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ടാണ് എനിക്ക് തോന്നുന്നതെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ മൊബൈല് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഈ മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇത് ഓൾറെഡി ടൈറ്റായിട്ട് ഹാങ് ആയിരിക്കുമല്ലോ, ഇത് നമുക്ക് കാണാം അങ്ങനെ. ആ യൂസിന് വേണ്ടി മേടിച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങളിൽ ട്രാവലിങ്ങിൽ വെച്ച് അതിന് വേണ്ടിയാക്കി മേടിച്ച് വെച്ചേക്കുന്നത്. ഇതിന് വേണ്ടി ഈ പ്രാവശ്യം മാത്രമായിട്ട് വെച്ചതല്ല കേട്ടോ, പല വർഷങ്ങളുടെ ഉള്ള ശേഖരങ്ങളാണിത്. പിന്നെ ഇതൊരു ഗൊറില്ല ട്രൈപോഡാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, നിസ്സാരം ഒരു 600 ലെസ് ദാൻ 600 സംതിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു മൊബൈൽ ഹോൾഡർ ഇല്ലേ, അതിൽ എനിക്ക് വലിയ കംഫർട്ടബിൾ ഇല്ല. അപ്പം ഞാൻ ബോത്ത് വേ ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് മേടിച്ചു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നായതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കേട്ടോ. ഇതിപ്പോൾ ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ബോത്ത് സൈഡായിട്ട്.
അപ്പോൾ അതിനു വേണ്ടി മേടിച്ചേക്കുന്നതാണ് കിറ്റ്. പിന്നെ പോട്രോണിക്സിന്റെ ഇതും ഒരു മൊബൈൽ ഹോൾഡറാണ്. ഇത് നമുക്ക് ടേബിൾസിലൊക്കെ വെച്ച് ഇടാൻ പറ്റുന്ന പോലെ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടേബിളിൻ്റെ അകത്തോട്ടിങ്ങനെ കയറ്റി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മൊബൈൽ ഹോൾഡറായിട്ട് വരും. ഇത് ആക്ച്വലി കാറിൻ്റെ അകത്ത് നമ്മുടെ മേളിൽ പിടിക്കുന്ന ഹാൻഡിലില്ലേ അതിലൊക്കെ കോർത്ത് വെക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയായിട്ട് മേടിച്ചേക്കുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. പിന്നെ ഹാമറിൻ്റെ ഹെഡ്ഫോൺ ആട്ടോ. ഇത് ഞാൻ അല്ലാണ്ടുള്ള യൂസ് ചെയ്യുന്നതാണ്. ഇത് ഏട്ടൻ എനിക്ക് മേടിച്ചത്, ഓൺലൈനാണോ പുറത്തുനിന്ന് മേടിച്ചതാണോ എന്ന് അറിയില്ല. ഇതിൻ്റെ ലിങ്ക് അറിയില്ല കേട്ടോ എനിക്ക്. ഞാൻ നോർമലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് എത്തിക്കണം. പിന്നെ ഒരു റിമോട്ട്. ഇത് ആക്ച്വലി എവിടെയൊക്കെയോ എപ്പോഴും അങ്ങോട്ടും ഇവിടെയൊക്കെ വെച്ചിട്ട് മറന്നു പോയാലെന്ന് വെച്ചിട്ട് 2-3 ഉണ്ട്. ഈ ട്രൈപോഡ്സിനൊക്കെ കൂടെ കിട്ടും. അപ്പോൾ ഞാൻ എല്ലാം ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെയിൻ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ പുറകിൽ വരുന്ന ഒരു ലാസ്റ്റ് കളിയുണ്ട്. ആ കളിയിൽ വേറെ ഒന്നുമില്ല, അകത്തൊരു കളിയുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു ജ്വല്ലറി പൗച്ചാണ്. അഗെയിൻ അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കുറച്ച് വിക്സിൻ്റെ മിഠായികളില്ലേ, നമ്മൾ കിച്ചണ് വരുമ്പോൾ യൂസ് ചെയ്യുന്ന, അതൊക്കെ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ചില്ലറ കാശിന് പകരം കിട്ടുമ്പോൾ വിക്സിൻ്റെ തന്നെ ആയിട്ട് മേടിച്ചിട്ടും എലാതി ഇല്ലേ നമ്മുടെ, അത് മാത്രമായിട്ട് മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട്. ഇതൊന്നും എടുത്തോട്ടെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് കളിയിൽ വെച്ചേക്കുന്നത് ആരോഹന്റെ സ്പെക്സ് ആട്ടോ. ആരോഹയ്ക്ക് 2-3 സ്പെക്സ് ഉണ്ട്. ഒന്ന് വൈറ്റ് കളർ, പിന്നെ യെല്ലോ കളർ വരുന്നത്, ബ്രൗൺ കളർ വരുന്നത്, പിന്നെ റെഡ് കളർ വരുന്നത്, റെഡും വൈറ്റും കൂടി വരുന്നത്, അങ്ങനത്തെ ഉണ്ട്. ഡ്രസ്സിന്റെ കൂടെ ഒക്കെ ഇട്ടിട്ട് ചീപ്പാട്ടോ. ഇത് വലിയ ബ്രാൻഡഡ് സാധനമല്ല. ഇത് സാർ ഒരു 200-300 ബക്സിന് കിട്ടുന്നതാണ്. പിന്നെ എൻ്റെ വാച്ച് വെച്ചിട്ടുണ്ട്. അഗെയിൻ കാറിന് വേണ്ടി ഫ്രഷ്നർ വെച്ചിട്ടുണ്ട്. പിന്നെ ആരുകുട്ടിക്ക് വേണ്ടി ഈ നമ്മൾ സ്റ്റൈലായിട്ട് കിട്ടുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നതാണ് ആരുകുട്ടിയുടെ മുടിയിൽ എനിക്ക് സിമ്പിൾ. അപ്പോൾ അതുകൊണ്ട് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ്, ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഇത് DIY ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്പൂണും സ്ട്രോ ഒക്കെ വെക്കുന്ന ഒരു സ്ട്രോണ്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പോട്ട്ലി പോലെയാണ് ഞാൻ ഇത് ആക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിൽ മേടിച്ചിരിക്കുന്ന സ്റ്റീലിൻ്റെ, കളർഫുൾ ആണ് പക്ഷെ സ്റ്റീലിൻ്റെ ആട്ടോ. സ്റ്റീലിൻ്റെ സ്ട്രോസ് ആണ്. എനിക്ക് ആക്ച്വലി ഞാൻ അത്രയും കംഫർട്ടബിൾ അല്ല ഈ പ്ലാസ്റ്റിക് സ്ട്രോ. നമ്മൾ ടെൻഡർ കോക്കനട്ട് കരിക്കൊക്കെ കുടിക്കുന്ന സമയത്ത് അവർ തരുന്നത്, അത് പുറത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഡസ്റ്റ് ഒക്കെ കിട്ടി അത് തന്നെ നമ്മൾ വാലിട്ട് കുടിക്കുന്നത് എനിക്കത്ര വലിയ ഇതില്ല. അപ്പോൾ ഞാനിതിങ്ങനെ മേടിച്ചു. ഇപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രഷും കിട്ടുമല്ലോ അതിൻ്റെ അകത്തിട്ടിട്ട് ക്ലീൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതും കൂടി വെക്കാനായിട്ട് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇത് ഇപ്പോൾ 2 ഡബിൾ പൗച്ചായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു സൈഡിൽ സ്ട്രോസും ഒരു സൈഡിൽ അതിൻ്റെ ബ്രഷ്, ക്ലീൻ ചെയ്ത ബ്രഷുകളും. പിന്നെ ഈ കരിക്കൊക്കെ കുടിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെയുള്ള മറ്റേ ഫ്ലഷില്ലേ, ശരിക്കും എന്താ പറയാ, മലായി എന്ന് പറയും കേട്ടോ ഹിന്ദിയിൽ. ആ സാധനം കഴിക്കാനായിട്ട് സ്പൂണ് വേണ്ടല്ലോ, അത് സ്പൂണ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കളരെടുത്തിട്ട് വേറെ ബാഗിൽ വെച്ചെന്ന് തോന്നുന്നു, കഴുകാനെടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടി വെക്കുന്നതാണ്. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് ചെയ്യാം. റൂമിൽ പോവാം അല്ലെങ്കിൽ വീട്ടിൽ പോവാം. അത് കഴുകിയിട്ട് തിരിച്ച് ഉണക്കി വെക്കാം. പിന്നെ ഇതിൽ എക്സ്ട്രാ ഞാൻ 2 സ്റ്റഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റഡ് പോയാലോ ഇതിൻ്റെ ബാഗ് എടുത്തിടാൻ പറ്റും, അങ്ങനെ അതിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ ഞാൻ പിന്നെ ബാഗിൽ വെക്കുന്ന ഒരു സാധനമാണ് ഒരു ഫേസ് വാഷ്. അത് നമ്മൾ പുറത്തൊക്കെ പോകുന്ന ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് കിട്ടണം എന്ന് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ വൈപ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകുന്ന സമയത്തും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഫേസ് വാഷ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് അജ്വായിൻ്റെ ഗുളികയാണ്. എന്താ പറയുക, വായുഗുളിക എന്ന് പറയില്ല. അപ്പോൾ എനിക്ക് ഗ്യാസ്ട്രിക്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് കരുതി വെക്കും. ട്രാവലിൽ കഴിക്കാൻ പറ്റും, കുട്ടികൾക്ക് ആക്ച്വലി കഴിക്കാൻ പറ്റും. ഇത് അല്ലാണ്ടുള്ള നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു റെനേൻ്റെ തന്നെ ഒരു സക്കറാണ്.
നമ്മൾ സ്വെറ്റൊക്കെ ആയി മേക്കപ്പ് ഒക്കെ ചെയ്തതിന്റെ മേളിൽ കൂടെ സ്വെറ്റൊക്കെ ആവുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതൊന്ന് ചെയ്തിട്ട് സക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ സ്വെറ്റൊക്കെ ക്ലീൻ ആയി അവിടെ മാറ്റ് ഫിനിഷ് ആയിട്ട് ഇരിക്കും. അപ്പം അതിന് വേണ്ടിയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് വലിയ യൂസ് വരാറില്ല എനിക്ക് ശരിക്കും. ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ AC ഇരുന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് വെയിലില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വെയിലുള്ള സമയത്ത് എന്തായാലും സ്വെറ്റാവും. അപ്പോൾ അതിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഈ ട്രിപ്പിന് വേണ്ടി മാത്രമായിട്ട് ഇത് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഓർത്തു ഞങ്ങളെ NHലോട്ടായിട്ട് വരുന്ന ഓപ്പൺ ആയിരിക്കുമല്ലോ, അപ്പോൾ നല്ല വെയിലായിരിക്കും, നല്ല ചൂടായിരിക്കും എന്നൊക്കെ ഓർത്തു. അതിനു വേണ്ടി മാത്രമാണ് എടുത്തു വെച്ചേക്കണത്. അപ്പോൾ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്, ട്രാവൽ ബാഗ്, ഹാൻഡ് ബാഗ് എന്നൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊക്കെ എടുത്ത് ഇതിനകത്ത് കയറ്റി വെക്കണം, അതൊരു പണിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ്. ആരും ആയിക്കോട്ടോ ഔട്ട്റോ പറയണേ, പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി ഒരു വീഡിയോ. ബൈ.